ഹായ് മക്കളെ, ബാബു സാറാണ്. നമ്മളെ എക്സാമൊക്കെ കഴിഞ്ഞു. മക്കളെ, പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിലവാരം കൂടിയ നല്ല ക്വസ്റ്റ്യനായിരുന്നു നമ്മുടെ SLC പരീക്ഷയിൽ നിന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം നമ്മൾ കൃത്യമായിട്ട് പരമ്പരാഗതമായി പഠിച്ച രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസൊക്കെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോലും അതിൻ്റെ ആൻസർ എഴുതേണ്ടത് വേറെ ഒരു കോളത്തിൽ ആൻസർ തന്നതുകൊണ്ട് അതിനെ സെലക്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് ബ്രെയിൻ എക്സസൈസ് അവിടെ വെച്ച് നടത്തുന്ന ഒരു കുട്ടിക്കല്ലാതെ നമുക്ക് ഏതാണെന്ന് എഴുതേണ്ടെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ബാച്ചുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹിന്ദിയിൽ പ്രയാസമായിരുന്നില്ല എന്ന് തന്നെ പറയുന്നു. എന്നാൽ കുറച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ടഫായിരുന്നു സർ എന്ന് പറയുന്നു. എന്നാൽ മക്കളെ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷ അടുപ്പിച്ച് ലാംഗ്വേജ് ആയ സാധനങ്ങളൊക്കെ കുറേ ആ സമയത്ത് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം കൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും ആ കുട്ടിക്ക് ആൻസർ ചെയ്താൻ പറ്റും. അപ്പോൾ നമ്മൾ പരമ്പരാഗത രീതിയിൽ ഒന്ന് വായിച്ചിട്ടൊന്ന് പോയിട്ട് പരീക്ഷ എഴുതി എന്തെങ്കിലും പോരാ എന്ന് വിചാരിച്ചാൽ ചോദ്യത്തിൻ്റെ പാറ്റേൺ മാറിയത് കൊണ്ടും രീതികളെല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്തേണ്ടുന്ന രീതികൾ മാറുന്നത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ സാധ്യമല്ല. എന്നാൽ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മുൻകൂട്ടി പറയുകയും അത് മനസ്സിലാക്കുകയും, പ്രത്യേകിച്ച് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ട് വളരെയധികം സന്തോഷം തോന്നുന്നു. എങ്കിലും ചില കുട്ടികൾ പ്രയാസപ്പെട്ടതായിട്ട് നമുക്ക് സാധാരണ പറഞ്ഞു കേൾക്കുന്നു. മക്കളെ, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല. നമുക്കിനി ഹാഫ് എക്സാമാണ് വരുന്നത്. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൃത്യമായ മാർക്കുകൾ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പരീക്ഷ എഴുതണം, ഏതെല്ലാം രീതിയിലുള്ള ചോദ്യ പാറ്റേണുകൾ ഇനിയും മാറ്റം വന്നിട്ട് വരാത്തത് ഇനി ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അപ്പം മക്കളെ, ഇപ്പം നമുക്ക് സുവർണ അവസരം വന്നിരിക്കുകയാണ്. ആഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 10 വരെ സ്പെഷ്യൽ ഓണം ഓഫറാണ്. 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളും നേരത്തെ നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സുകളും എല്ലാം തന്നെ ചേർത്തുകൊണ്ട് ഗംഭീരമായിട്ട് പഠിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായി പഠിച്ചിട്ട് നമുക്ക് ഉന്നത മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹിന്ദിയിൽ 40 മാർക്കിൽ നമുക്ക് 6 മാർക്ക് വരെ പുറത്തു നിന്നുള്ള പാഠഭാഗങ്ങൾ മീൻസ് പുറത്തുനിന്നുള്ള ഭാഗങ്ങൾ തന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഒരു കാരണവശാലും നമ്മൾ നേരത്തെ പഠിച്ചതല്ല, തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നാണ് അത് ഉണ്ടാക്കേണ്ടത്. അത് കൃത്യമായി ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മാർക്കുകൾ നഷ്ടമാകും. അങ്ങനെയാകുമ്പോൾ ഫുൾ A+ എന്ന കൺസെപ്റ്റ് നമുക്ക് നഷ്ടമാവാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, എങ്ങനെയാണ് അതിൽ മാർക്ക് സ്വന്തമാക്കേണ്ടത്, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറക്കാതെ ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ വേണ്ടി എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബൈ.